ഹായ് കൂട്ടുകാരെ, പൊന്നൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഹൽവയാണ്. അപ്പോൾ ഞാനത് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. ഞാനൊരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് മുന്തിരിങ്ങ, 125 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര, അതുപോലെ അതിനൊരു കപ്പ് പാല്, ഇതിനൊരു കപ്പ് വെള്ളം, പിന്നെ 2 സ്പൂൺ നെയ്യ്, ഏലക്ക. ഇത്രയും വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഈ ബ്രെഡ് ഒന്ന് വറുത്തെടുക്കണം. അതിന് ഞാൻ പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് നടുക്കൂടെ കട്ട് ചെയ്തിട്ട് അതിൽ വറുത്ത് കോരാനില്ല. ഓക്കെ, ചൂടായിട്ടുണ്ട്. ചെറിയ തീയിൽ കിടന്ന് ഇതൊന്ന് തിരിച്ച് മറിച്ചു വിട്ട് ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവണം ഇത് ബ്രെഡ്. ഞാൻ രാവിലെ ഒരു പാലപ്പത്തിന്റെ റെസിപ്പി ചെയ്യാന്ന് പറഞ്ഞ് എല്ലാവർക്കും റെഡിയാക്കി വെച്ചത്. അപ്പോഴത്തേന് എനിക്കിവിടെ ഇരുന്ന് തിരിയാൻ വയ്യാത്ത ജോലി. അത് കാരണം അത് പകുതിയിൽ വെച്ചിട്ട് അത് അങ്ങനെ ഇരിക്കുന്നു. ആ മാവും എല്ലാം അങ്ങനെ ഇരിക്കുന്നു. അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഇത് ചെയ്യാൻ, അതിന് വേറൊരു ദിവസം ചെയ്യാം. നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള ബ്രെഡെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാൻ മതി. തീ കുറച്ചിട്ട് ചെയ്യണമെങ്കിൽ കരിഞ്ഞു പോകും ബ്രെഡ് ആയതുകൊണ്ട്. അപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഞാൻ ബ്രെഡ് എല്ലാം പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ട് എല്ലാ ബ്രെഡ് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി പിന്നെ നമുക്കിതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്ത് കോരണം. അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് ചേരുന്ന, നെയ്യും ഒക്കെ നന്നായിട്ട് ചേരുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ടേസ്റ്റും ഉണ്ടാവും. ഞാനിപ്പോൾ കുറച്ചേ എടുത്തോളൂ. എനിക്ക് ക്വാണ്ടിറ്റിയും കുറച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചായേ ഞാൻ ചെയ്യുന്നുള്ളൂ. കുറച്ച് അണ്ടിപ്പരിപ്പേ ഇട്ടിട്ടുള്ളൂ. ഇതൊന്ന് ചുമന്ന് വരുമ്പോഴത്തേന് ബാക്കിയുള്ള മുന്തിരിങ്ങയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചുമന്ന് വന്നപ്പോൾ ആ മുന്തിരിങ്ങയും കൂടെ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം ആയിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോരി മാറ്റി ഒരു പാത്രത്തിലോട്ട് വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ ഈ പാനിൽ തന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാര, 125 ml ഇതിന് 1 കപ്പ് പഞ്ചസാര. എന്നിട്ട് ഇതിന് 1 കപ്പ് വെള്ളം. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവട്ടെ. പഞ്ചസാര ഒന്ന് നല്ലോണം മെൽറ്റ് ആവുമ്പോഴത്തേന് നല്ലോണം ഒന്ന് തിളച്ച് ഒത്തിരി അങ്ങ് ഒരു നൂൽ പരുവൊന്നും ആവണ്ട. ചെറുതായി ഒന്ന് നല്ല ഒന്ന് തിളച്ച് വന്ന് ഒന്ന് ചെറിയൊരു ഒട്ടലാവുമ്പോൾ നമുക്ക് ഈ ബ്രെഡ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തിളക്കട്ടെ.
തീ കുറച്ച് വെച്ചാൽ ഞാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ബ്രെഡും ബാക്കിയുള്ള സാധനമൊക്കെ നമ്മുടെ വീട്ടിൽ കാണുന്നതല്ല. പെട്ടെന്ന് ഒരു കവർ ബ്രെഡ് മേടിച്ച് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്, നല്ല കാണാനും നല്ല ലുക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. നിമിഷ നേരം കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാം. ഷുഗർ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. 2 മിനിറ്റ് കളയട്ടെ. ഒത്തിരി അങ്ങ് നല്ല ഒട്ടുന്ന പരുവാകണ്ട. തീ എല്ലാം കുറച്ചിട്ട് വേണം എല്ലാം ചെയ്യാനുള്ളത്, ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. ബ്രെഡൊക്കെ നമുക്കിനി ഇതിലോട്ട് ഈ ബ്രെഡെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ക്രിപ്സി ആയിട്ടിരിക്കുന്ന ബ്രെഡാണ്. ഈ ഇതിൽ കിടന്ന് ഇതെല്ലാം നല്ലോണം ഈ ബ്രെഡെല്ലാം ഈ പഞ്ചസാരയിൽ പിടിച്ച് നല്ല മധുരം കുറച്ച് വേണമെന്നവർക്ക് കുറച്ചിടാം, കൂടുതൽ വേണമെന്നവർക്ക് കൂടുതലിടാം. എങ്ങനെ വേണം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന നല്ലൊരു ഐറ്റമാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര കിടന്നതിന് ഇതെല്ലാം നല്ല പൊടിഞ്ഞ് ബ്രെഡെല്ലാം നന്നായിട്ട് പഞ്ചസാര ഇതും കൂടെ നന്നായിട്ട് മെൽറ്റായി വരണം. നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴത്തേനും നമുക്കതിൽ പഞ്ചസാര എടുത്ത കപ്പിന് 1 കപ്പ് പാല്, ഞാൻ കാച്ചിയ പാലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പോൾ കാച്ചിയിട്ടില്ല, പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിനി ഇതിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇതിന് 1 കപ്പ് പാല്. ഞാൻ ഇതിനെല്ലാം ഇത് വെച്ചാണ് അളന്നെടുത്തിരിക്കുന്നത്. പാലൊഴിക്കുമ്പോൾ ഈ ബ്രെഡിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരും, പക്ഷെ ലാസ്റ്റ് പഴയ കളർ തന്നെ വരും. ഇതിന്റെ എണ്ണ എല്ലാം ഇതിൽ നിന്ന് വിട്ട് വരുമ്പോഴും നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് വേപ്പിക്കാം. എണ്ണ ശരിക്കുണ്ട് ഇതിൽ. ബ്രെഡിൽ നന്നായിട്ട് എണ്ണ പിടിക്കും കേട്ടോ. അത് നല്ല ക്ലീൻ വെച്ചോ അല്ലെങ്കിൽ ഒരു കോട്ടൺ നല്ല തുണി വെച്ചോ എണ്ണ നന്നായിട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഈ എണ്ണ ശരിക്കും നമ്മൾ ഒഴിക്കുന്ന എണ്ണ എല്ലാം ബ്രെഡിൽ അങ്ങ് പിടിക്കും. ബ്രെഡ് വറുക്കാൻ നേരത്ത് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ബ്രെഡ് കഴിയാണ്. നല്ല വെറൈറ്റി ആയിട്ട് ഉള്ള നല്ലൊരു ഐറ്റമാണ്. നല്ല പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഹൽവയെന്ന് പറഞ്ഞാൽ എണ്ണയാണല്ലോ, എണ്ണയും മധുരവും ചേരുന്നതാണല്ലോ ഹൽവ. അപ്പൊ പിന്നെ നന്നായിട്ട് എണ്ണ വരും. ഇല്ല, എണ്ണയെല്ലാം തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്കിനി ഇതിൽ
നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി. എത്രത്തോളം അണ്ടിപ്പരിപ്പ് ഇടുന്നു അത്രത്തോളം ടേസ്റ്റ് നല്ലതായിരിക്കും. ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലെ എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പാകമായെന്നാണ് അതിനർത്ഥം. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം. കൊച്ചു വന്നിട്ടുണ്ട്, അത് ചോറ് ചോദിക്കുവാണ്. അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എണ്ണ ഉണ്ട് കേട്ടോ, അത് ഞാൻ കുറച്ചങ്ങ് മാറ്റാൻ പോകുന്നു. ഇത്രയും എണ്ണ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ ശരിയാകത്തില്ല. ഇനി ഒരു പാത്രത്തിലോട്ട്. അപ്പൊ കൂട്ടുകാരെ, എന്റെ ബ്രെഡ് കൊണ്ടുള്ള ഹൽവ ഞാൻ എടുത്തിട്ട് എല്ലാം റെഡിയായി പാത്രത്തിലോട്ട് മാറ്റി. നല്ല അടിപൊളി ലുക്കാണ്, കാണാനും നല്ല മണവും എല്ലാം ഉണ്ട്, നല്ല സൂപ്പറാണ്. വെറും 8 ബ്രെഡും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പറായൊരു റെസിപ്പിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം, അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യം പറഞ്ഞുതരാം. സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചാലും നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. നല്ല കറക്റ്റ് മധുരവും എല്ലാം ഉള്ള നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു ബ്രെഡ് ഹൽവയാണ്, വെറൈറ്റി ആയ ഒരു ബ്രെഡ് ഹൽവയാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.